അപ്പോൾ പ്രിയ സുഹൃത്തുക്കളതെ നട്ടുവച്ച നേരമാണ്. വീട്ടിൽ പച്ചക്കറിയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേ എവിടെയെങ്കിലും കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉളുമ്പ് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നമ്മളെ കുട്ടനാട്ടിൽ ഒരു പ്രയോഗമാണ് കേട്ടോ. ഒരു കറിക്കുള്ള മീൻ പിടിക്കാൻ എവിടെയെങ്കിലും പോയി ഉളുമ്പ് പിടിച്ചുകൊണ്ട് വരാനാണ് പറയണത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് നമ്മൾ നമ്മുടെ അടുത്ത മോട്ടറിൻ്റെ അവിടെ 2 കൂടും അപ്പുറത്തെ മോട്ടറിൻ്റെ അവിടെ 2 കൂടും വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തേക്കല്ല, വൈകിട്ടത്തേക്ക് കറിക്കാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കൂട് വെക്കാൻ പോവുകയാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്തായാലും വറക്കാനുള്ള മീനെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല വെയിലാണ് കേട്ടോ. കറിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വെയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ അവിടെ ചെല്ലണം, വെള്ളത്തിൽ ഇറങ്ങണം, കൂട് പൊക്കണം. കിട്ടുമായിരിക്കും. കുറേ ദിവസമായി പൊക്കിയിട്ട് കേട്ടോ. കഴിഞ്ഞ പറിച്ച് കയറിയിട്ടേക്കുവാണെങ്കിൽ മീൻ കിട്ടാനുള്ള സാധ്യതയില്ല. എന്തായാലും നമ്മൾ പോയി നോക്കും. ഇതാണ് നമ്മൾ സാധാരണ വീശാറുള്ള മോട്ടറത്തിനൊക്കെ ഉള്ള കറ. ഇപ്പം കൃഷി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയിട്ടാണ്. കറയുടെ പണിയുള്ളതുകൊണ്ട് ഉടനെ മട പൊട്ടിക്കത്തില്ല, വെള്ളം കയറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ വാതിക്കൽ 2 കൂട് അറ്റാച്ചം വെച്ചതാണ്. ഇപ്പൊക്കെ കണ്ടിട്ട് ഉണ്ടൊക്കെ പിടിച്ചിരിക്കുകയാണ്. മീൻ കാണാൻ സാധ്യത കുറവാണ്. ഉണ്ട് പിടിച്ചിരിക്കുകയാണ്, മീൻ കാണാൻ സാധ്യത കുറവാണ്. ഇറങ്ങണോ? പിന്നെ ഇറങ്ങാതെ പൊക്കാൻ പറ്റുമോ? വെള്ളം ഒഴുകി പോയാലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കില്ല. ഞങ്ങളുടെ സ്ഥലത്ത് ഇല്ല. കഷ്ടപ്പെട്ട് കുപ്പിട്ട് നട്ടപ്പൊക്കെ വെച്ചേക്കും. ഇവരെ ഒരു മീൻ പോലും കഴിഞ്ഞാൽ പിടിച്ചിട്ടുമില്ല. ഇനി ആരെങ്കിലും മീനെടുത്താണെ തന്നെ കൂട് കൊടുക്കും. അതുകൊണ്ടല്ല ഇല്ല. അക്കരയ്ക്ക് പോയി ചിലപ്പോൾ അക്കരെ കാണുമായിരുന്നു. ചിലപ്പോൾ അക്കരെ ഇത് തന്നെയാണ് അവസ്ഥയെങ്കിലും ഒന്ന് കുളിച്ച് കയറി പോരാ. തോർത്തെടുത്തില്ല. ഒരു തൊഴിലും കൂടെ എടുക്കണ്ടായിരുന്നു അല്ലേ? തോർത്തെടുത്തില്ല. ഓ സാരി. മണ്ടവഴി തന്നെയൊരു പുതിയ കൂടുണ്ട്. ഇടിവെട്ടിപ്പോയതാ. പാവങ്ങൾ ഇങ്ങനെ എന്തോ പോകില്ല. എത്രണ്ണ നോക്കി? 2, 4, 6, 8, 10, 12, 14, 16, 17, 20, 22, 24, 26 കൂട്. 26 കൂടുള്ളപ്പോൾ എത്ര 26 കൂടുണ്ടെങ്കിൽ അത് 26 കൂടിൻ്റെ കിളിയെ 26 കിളിയുടെ കൂടായിരിക്കും. അതായത് ആൺകിളിക്ക് വേറെ, പെൺകിളിക്ക് വേറെ, അങ്ങനെയാണ് ഒരു കൂടുണ്ടാക്കുക. മുട്ടയിടുന്നതിനകത്ത് ആൺകിളി രാത്രി വിശ്രമിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്.
ചില ആ തെങ്ങ് കുറ്റിയുണ്ട് ആ അതിൻ്റെ വീട്ടിലാണ് കൂട് വെച്ചേക്കുന്നത്. ഇവിടെയും കൂടെ ഉണ്ട് പ്രതീക്ഷ. അപ്പുറത്തെ സൈഡിലൊരു കൂടുണ്ട്. ഇവിടെയാണോ? അങ്ങോട്ട് വരാം. ഒഴിച്ചിരുന്നോണേ അമ്മേ. അമ്പയ്ക്കകത്തുനിന്ന് ഇവിടെ അതിൻ്റെ കുറ്റിയാണ്. ചുറ്റി വെച്ചേക്കാം. കഴുന്നാ പിടിച്ചാലേ നാക്ക് പറിച്ച് കളയുമ്പം ഇത് കൂട് ദൂരോട്ട് മാറിപ്പോവും. ഇതാകുമ്പോൾ കഴുന്നാ പിടിച്ചാൽ കുറ്റി മാത്രമല്ലേ, നാക്ക് മാത്രമല്ലേ പോകത്തുള്ളൂ, കൂട് വല്ലയിടത്തോടും പോകത്തില്ല. ഈ നമുക്ക് കാണിച്ചുണ്ട് കൂടെ പിടിക്കില്ല. ഉതകില്ല എടുക്ക് അതെങ്കിൽ അത് അതെങ്കിൽ അത് കഴുന്നാ പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇത് വെച്ചേക്കുന്നത്. 1-2 ചട്ടിത്തലയും കൂടി ഏതൊക്കെ ഉണ്ട്. നല്ല ഒരു ചെമ്മീനുണ്ട്. സീസണൊക്കെ എപ്പോഴാണ് ഞാൻ വിളിക്കാം. ഇതാണ് ചട്ടിത്തലയും കൂടി. ഇന്ന് കറി വെച്ചിട്ട് വ്യത്യാസം കൂട്ടണം. തേച്ച് വെളുപ്പിക്കാൻ ഇച്ചിരി പാടാന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് അടിപൊളിയായി. ഇച്ചിരി പുളിയൊക്കെ ഇട്ട് വെച്ചാൽ മഞ്ഞപ്പള്ളത്തി, വെള്ളപ്പള്ളത്തി, ഉള്ളംപരല്, മുതുകില, ഉറക്കം തോന്നിയ മുതുകില എന്നൊക്കെ പറയും. ഇതിൻ്റെ വായൊക്കെ കണ്ടോ, കറക്റ്റ് ഏകദേശം ഹമൂർ ലുക്കുള്ള മീനായി. ഈ മീൻ ഇത്ര വലുതാക്കുള്ളൂ കേട്ടോ, അതായത് ഇത് ഹമൂറാണെന്നും പറഞ്ഞ് നമ്മൾ പിടിച്ച് നശിപ്പിക്കാനൊന്നും പറയില്ല. ഡിസൈനൊക്കെ കറക്റ്റ്. മഴ പെയ്തിട്ട് മീൻ കിട്ടിയില്ലല്ലോ. മീൻ കിട്ടണ്ട. ഇനിയുണ്ടോ കൂട്? അപ്പുറത്തൊരു കൂട് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇതിൻ്റെ ഫ്രണ്ടിലോ ഇതിൻ്റെ ബാക്കിലോ നോക്കണം. താത്തനാണ് വെച്ചിരുന്നത്. ഞാൻ ഇതൊന്നും പൊക്കാൻ വന്നിട്ടൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് മടല. ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നീന്തി പോകണം. ഇതിൻ്റെ ഫ്രണ്ടിൽ ആഴമാണ്. ഇവിടെ ആഴമുണ്ടോ? കൂടൊക്കെ ഇവിടെ പറഞ്ഞു കിടക്കാൻ തോന്നും. കരുന്നാ പിടിക്കാൻ തോന്നുന്നു കേട്ടോ. ഇത് കിടക്കുന്നു. ആഹാ, ഇത് പൊളി. നോക്കട്ടെ, ഒരു കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ സൈഡിലോട്ട് വെച്ചാൽ ഇത് വെച്ച കൂടെല്ലാം തോന്നുന്നു കേട്ടോ. കൊണ്ട് ഒഴുകി വന്നു. നോക്കട്ടെ, ഇവിടുത്തെ കൂട് ഒരെണ്ണം ഒരു കൂട്, ഇതിൻ്റെ പുറകിലൊരു കൂട് കാണും. പിന്നെ ഒരു ചെറിയ പീരക്കുള്ളതുണ്ട്. പിന്നെ കണ്ടത്തിൽ പോകുന്നതാണ് അധികം മീനിൻ്റെ പണിക്ക് പോകാൻ പറ്റുന്നില്ലേ, അതാണ് ഈ കിടന്ന് പാടുപെടുന്നത്. വലിയവർക്ക് മുളക് പിടിച്ചത്, പിള്ളേർക്ക് മീൻ തോരൻ, മീൻ പീര്. പിള്ളേർക്ക് ജുഗുറുവിന് വറുത്ത് കൊടുക്കണം. എന്നോട് വറുത്ത മീൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മീൻ പിടിക്കാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞോ? ഇല്ല, ഇനിയുണ്ടോ കൂട്? ആ പുറയിലൊരു കൂട് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കണം, അപ്പി നോക്കണം.
കെട്ടി വെച്ചേക്കും. ഒരു പള്ളത്തിയുണ്ട്. കുറേ ഇത് വേണം, അട്ടക്കൊക്കെ വേണം. അതറിയാൻ പറ്റും, അത് ചെയ്യേണ്ട വിധം അറിയത്തില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് അട്ടക്കൊക്ക എന്നാണ് നമ്മുടെ ഇവിടെ നാട്ടിൽ പറയുന്നത്. ഞവണിക്കാന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്, അത് കുറേ കിട്ടിയിട്ടുണ്ട്. ഭാര്യ പറയുന്നത് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല എന്നാണ് പറയണേ. ഇത് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ നിങ്ങളുടെ രീതി ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾക്കതൊരു ഗുണമായിരിക്കും. അത് ഞങ്ങൾക്കൊന്ന് പരീക്ഷിക്കുകയും കൂടെ ചെയ്യാം. പ്രിയ സുഹൃത്തുക്കളത് ഇതുണ്ടോ, അത് കിട്ടിയത് ഇത്രയും മീനുകൾ മാത്രമാണ്. ഏട്ടക്കൊക്കെ പൊട്ടിയ ചെറിയ മീനുകളില്ല. ആ കിട്ടിയ മീൻ ഇത്ര മാത്രമാണ്, കൂടുതലും മീനൊന്നും കിട്ടിയില്ല. പക്ഷേ മീനിൻ്റെ ഒരു മണം കിട്ടുമല്ലോ. ഇതൊക്കെ എടുത്ത് വെള്ളത്തിൽ തന്നെ ഇട്ടേ. ഏതാ ഈ കക്ക വേണ്ട, ശരി അങ്ങനെ ആയിക്കോട്ടെ. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. വന്നെടുക്കാമെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് തരാം. കുടയിൽ മീൻ പറ്റി, കൈയിട്ട് പിടിക്കാനും പറ്റിയില്ല, അറിഞ്ഞില്ല. നമ്മൾ മീൻ കൂട് നമ്മൾ പൊക്കാതിരുന്നതിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ മീനിൻ്റെ മുള്ളുകളാണ്. നേരത്തെ കീറി കിടന്നത് ചത്തുപോയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതിനകത്ത് ഉണ്ടോ. അതിൻ്റെ അർത്ഥം കൂട് വേറെ ആരും പൊക്കിയിട്ടില്ല എന്നാണ്. പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇതിനകത്ത് കാണത്തില്ലല്ലോ. ഇത് ചെമ്മീൻ്റെ സീസണല്ല, ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് ചെമ്മീൻ്റെ സീസണായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് ചെമ്മീൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വർഷം ശോഭനമായിരിക്കുമെന്നാണ് മത്സ്യ തൊഴിലാളികളെ സംബന്ധിച്ച്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് ഇതാണ്, ഇത്രയാണ് മീൻ കിട്ടിയത്. എല്ലാം കൂടെ ഒരു വീരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലാദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയും പേജും ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. കയറട്ടെ, ഇവിടെ കയറാൻ ഇച്ചിരി പാടായിരുന്നു. ഇവിടെ ഒരു തട്ടുണ്ടായിരുന്നു, തട്ടിൽ നിന്ന് കയറാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്കാണ്, പ്രശ്നമില്ല, ആർഷ കൂടെ ഉണ്ടാകും. അപ്പോൾ ബൈ.